ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചന വാക്യങ്ങളാണ്. നത്തിങ് വാസ്റ്റ് enters into the world without a curse. മഹത്തായ പലതും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ കൂടെ ചെറിയ ദുഃഖം കൂടി കടന്നു വരാറുണ്ട് എന്ന് മഹത് വചനം പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വലിയ മനുഷ്യാവതാര പിറവിയുടെ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചതിന് 3 ദിവസങ്ങൾക്ക് ഇപ്പുറത്ത് ഇന്ന് നമ്മൾ കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സീറോ മലബാർ സഭയിൽ കുട്ടികളുടെ മൃതസംസ്കാര കർമ്മത്തിൽ നമ്മൾ ആലപിച്ച് കേൾക്കുന്ന ഹൃദയഹാരിയായ ഒരു ഗീതം ഇങ്ങനെയാണ്: മുട്ടുവിടർന്നൊരു പൂവുണ്ടായി, പൂവിന് നല്ലൊരു നിറമുണ്ടായി, വിടരും മുൻപേ മരണമതിൻ തണ്ടു തുറന്നത് വാടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഹെറോദോസ് രാജാവിന്റെ ഭരണക്കൊതിയും സ്വാർത്ഥതയും ചേർന്ന് നിഷ്കളങ്ക ബാല്യങ്ങളുടെ തണ്ടു തുറന്നപ്പോൾ വാടിപ്പോയ, വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ 22 കുഞ്ഞി പൈതങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് തിരുസഭ ഇന്ന് കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കുഞ്ഞി പൈതങ്ങളുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. എന്താണ് കുട്ടികളുടെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്ന് നാം ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് കുട്ടികളുടെ ജീവിതത്തിന്റെ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തേത്, എല്ലാറ്റിലും അത്ഭുതം ദർശിക്കുന്നവരാണ് കുട്ടികൾ. അവർക്ക് പറക്കുന്ന പക്ഷികളും പാടുന്ന കിളികളും പെയ്യുന്ന മഴയും ഒഴുകുന്ന ജലവുമൊക്കെ അത്ഭുതം സൃഷ്ടിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ കാര്യത്തെയും വളരെ കൗതുകത്തോടെ നോക്കിക്കാണാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നു. ഡോക്ടർ VP ഗംഗാധരന്റെ ക്യാൻസർ രോഗികളെ കുറിച്ചുള്ള മനോഹരമായ ഒരു പുസ്തകമാണ് ജീവിതം എന്ന അത്ഭുതം എന്ന പുസ്തകം. മനോഹരമായി ഈ ലോകത്തിലെ ജീവിതത്തെ അത്ഭുതമായി ദർശിക്കാൻ, ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളെയും വളരെ കൗതുകത്തോടെ നോക്കിക്കാണാൻ വേണ്ടി നമുക്ക് കഴിയാറുണ്ടോ എന്ന് ആത്മശോധനയോടെ ചിന്തിക്കാം. വളർന്നു വരുമ്പോൾ ജീവിതത്തോടുള്ള നമ്മുടെ ഈ കൗതുകം നഷ്ടപ്പെടുകയും പലതും വിരസമായി അനുഭവപ്പെടുകയും ചെയ്യുന്ന കാലത്ത് എല്ലാത്തിനെയും അത്ഭുതത്തോടുകൂടി നോക്കിക്കാണാനായിട്ടുള്ള കഴിവ്, ശിശുതുല്യമായ മനസ്സും തിരികെ പിടിക്കാൻ വേണ്ടി കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് പരിശ്രമിക്കാം. കുട്ടികളുടെ 2-ാമത്തെ പ്രത്യേകത ആശ്രയ മനോഭാവമാണ്. ഒരു നിമിഷം ചിരിക്കുകയും തൊട്ടടുത്ത നിമിഷം പൊട്ടിക്കരയുകയും 3-ാമത്തെ നിമിഷം പുഞ്ചിരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ആശ്രയ മനോഭാവം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് മാതാപിതാക്കന്മാരുടെ സഹായം ആവശ്യമാണ്. എല്ലാ കാര്യത്തിലും അവർ മാതാപിതാക്കളെ കൂടുതൽ ആശ്രയിക്കുന്നവരാണ് ചെറുപ്പകാലത്ത്. വളരുമ്പോൾ ഈ ആശ്രയ മനോഭാവം പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കുറഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്ന ശരണമെന്ന പുണ്യം ജീവിതത്തിൽ എല്ലാ കാലത്തും അഭ്യസിക്കാൻ നമുക്ക് കഴിയണമെന്ന് കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. കുട്ടികളുടെ ജീവിതത്തിലെ 3-ാമത്തെ പ്രത്യേകത നിഷ്കളങ്കത എന്നുള്ളതാണ്. എല്ലാ കാര്യത്തെയും നിഷ്കളങ്ക മനസ്സോടുകൂടി നോക്കിക്കാണാൻ വേണ്ടി കുട്ടികൾക്ക് കഴിയുന്നു. ഫിയദോർ ദസ്തയോസ്കിയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഇഡിയറ്റ് അഥവാ വിഡ്ഢി എന്നുള്ളത്. എല്ലാ കാര്യത്തെയും നിഷ്കളങ്കതയോടെ നോക്കിക്കാണുകയും ലോകത്തിന്റെ എല്ലാ കുടില തന്ത്രങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുന്ന പ്രിൻസ് എന്ന ഒരു കഥാനായകനാണ് കഥയുടെ ഏറ്റവും കേന്ദ്രഭാഗത്ത് നിലനിൽക്കുന്നത്. നിഷ്കളങ്കതയോടുകൂടി ഈ ലോകത്തെ നോക്കിക്കാണുന്ന അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയെ ലോകം വിഡ്ഢിത്തം എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും നിഷ്കളങ്കതയോടെ നോക്കിക്കാണുന്ന ശിശുതുല്യമായ ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമാവിധം പരിശ്രമിക്കാം. ആൻ ഫ്രാങ്ക് എന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഹിറ്റ്ലറുടെ നാസി തടങ്കൽ പാളയത്തിൽ വെച്ച് ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൾ വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ എഴുതി ചേർത്തു: ഞാൻ ഇനിയും മനുഷ്യരിൽ വിശ്വസിക്കുന്നുവെന്ന്. ജീവിതത്തിലെ എല്ലാ കാര്യത്തെയും നിഷ്കളങ്കതയോടുകൂടി നോക്കിക്കാണാൻ കഴിയുന്ന കുട്ടികളുടെ മനോഭാവം ജീവിതത്തിലെ 3-ാമത്തെ പ്രത്യേകതയായി നമുക്ക് കാണാം. ഉണ്ണീശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവർ എന്ന അർത്ഥത്തിൽ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷികളാണ് കുഞ്ഞി പൈതങ്ങൾ. മായുന്ന ഇളം പുഞ്ചിരി എന്ന പേരിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ദീപിക പത്രത്തിൽ അച്ചടിച്ചു വന്ന ആ വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 3.5 കോടി പിന്നിടുമ്പോഴും കേരളത്തിൽ ജനന നിരക്ക് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള ജില്ല ആലപ്പുഴയാണെങ്കിൽ 2-ാം സ്ഥാനത്ത് എറണാകുളമാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതായത് 2035 ആകുമ്പോഴേക്കും കേരളത്തിലെ ജനന നിരക്ക് പൊടുന്നനെ കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് പോകും. ജനന നിരക്കിലെ ഈ കുറവ് കേരളത്തിന്റെ പൊതു ഉൽപാദനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കുട്ടികളുടെ സ്വാഭാവിക ജനനത്തെ തടഞ്ഞു നിർത്തുകയും
വൈകിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളും ഹെറോദോസ് പക്ഷക്കാരാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ജീവന്റെ കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യരും ജീവന്റെ സംരക്ഷകരായി തീരണം എന്നുള്ള വലിയൊരു സന്ദേശം കൂടി കുഞ്ഞിപ്പൈതങ്ങളുടെ ഈ തിരുനാൾ ദിനം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. കുട്ടികളെ കൂടെ കൂട്ടി കൂട്ടാത്മഹത്യകളിലേക്ക് വഴി നടക്കുന്ന കുടുംബങ്ങളുടെ കഥകൾ ഈ അടുത്ത നാളുകളിൽ പത്രമാധ്യമങ്ങളിലൂടെ നാം വായിച്ചറിയുന്നതാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാൽ കുട്ടികൾ ഈ ലോകത്തിൽ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ള അവരുടെ സങ്കടവും അവരെ കുറിച്ചുള്ള ആകുലതകളും ഒക്കെ ആവാം മരിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ പോലും അവരെ കൂടെ കൂട്ടാൻ സന്നദ്ധരാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. എങ്കിലും മനുഷ്യന്റെ ജീവനെ ഹനിക്കുന്ന, കുഞ്ഞുങ്ങളുടെ ജീവനെ നശിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും അവസാനിപ്പിക്കുകയും ജീവന്റെ സംരക്ഷകരായി തീരുകയും ചെയ്യണം എന്നുള്ള വലിയ സന്ദേശം കൂടി കുഞ്ഞിപ്പൈതങ്ങളുടെ ഈ തിരുനാൾ ദിനം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിലും അത്ഭുതവും കൗതുകവും കണ്ടെത്തുന്ന, ആശ്രയ മനോഭാവം കാത്തു സൂക്ഷിക്കുന്ന, ജീവിതത്തിന്റെ നിഷ്കളങ്കതയെ പിന്തുടരുന്ന കുഞ്ഞുങ്ങളുടെ മനോഭാവം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.